ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ഐഡിയ നന്നായിരുന്നാൽ മാത്രം മതി. ആ ഐഡിയയിൽ വിശ്വസിച്ച് ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾക്ക് പൈസ തരും. അതിനെയാണ് സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്നത്. വെൽക്കം ടു ഡേ 1 ഓഫ് സ്റ്റാർട്ടപ്പ് മാസ്റ്ററി. ഇമാജിൻ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രില്യൻ ബിസിനസ് ഐഡിയ ഉണ്ട്, പക്ഷെ അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫേമുകളിൽ നിന്നോ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാവുന്നതാണ്. ഇതിനെയാണ് സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടപ്പിന് ഏറ്റവും പ്രാരംഭ ഘട്ടത്തിൽ ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്നത്. ഒരു വിത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് മുളയ്ക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കില്ലേ, അതുപോലെ നമ്മുടെ ബിസിനസിനെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലഭിക്കുന്ന ഫണ്ടിംഗ് ആണിത്. ആൻഡ് അത് മിക്കവാറും ചെറിയൊരു ഫണ്ടായിരിക്കും. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ഇനീഷ്യൽ ടീമിനെ ഹയർ ചെയ്യാനും നിങ്ങളുടെ ഐഡിയ വർക്കിംഗ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓല, സൊമാറ്റോ പോലുള്ള പല വമ്പൻ സ്റ്റാർട്ടപ്പുകളും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് ഈ സീഡ് ഫണ്ടിംഗ് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ആരാണ് സാധാരണ സീഡ് ഫണ്ടിംഗ് ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, വെൽത്തി ഇൻഡിവിജ്വൽസ് ഓർ സംടൈംസ് ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സും ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ സീഡ് ഫണ്ടിംഗ് എന്ന് വെച്ചാൽ ഫ്രീ മണി അല്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയ വിശ്വസിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ഭാഗം, ഷെയർ, ഇക്വിറ്റി അത് കൊടുക്കേണ്ടി വരും. സോ ഇപ്പൊ സീഡ് ഫണ്ടിംഗ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.